അസ്സലാമു അലൈക്കും. പവിത്രമായ ഒന്നാണ് നിക്കാഹ് എന്ന് പറയുന്നത്. നിക്കാഹിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാമിന് അതിനകത്ത് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഇനി ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ഏതു മതവിഭാഗത്തിലാണെങ്കിലും ശരി, ഹൈന്ദവരാണെങ്കിലും ശരി, ക്രൈസ്തവരാണെങ്കിലും ശരി, ഒരു നിക്കാഹ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു വേദി എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയും മഹത്വവുമുണ്ട്. ഒരാണും പെണ്ണും കൂടി ചേരുന്ന ഒരു സുന്ദരമായ ഒരു നിമിഷമാണത്. ദാമ്പത്യ ജീവിതത്തിലേക്ക് അവർ രണ്ടുപേരും കടക്കുന്ന, അതിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു സുന്ദരമായ മുഹൂർത്തം. പക്ഷെ പലപ്പോഴും ആ ഒരു നിക്കാഹിൻ്റെ വേദികളെ അതിനെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ അതിനകത്ത് പലതരത്തിലുള്ള പേക്കൂത്തുകളും ആഭാസങ്ങളും കാണിക്കുന്ന പ്രവണത പലപ്പോഴും കണ്ടുവരാറുണ്ട്. തുറന്നു പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോക്കൂ, ഞാനൊരു മുസ്ലിമാണ്. പക്ഷേ മുസ്ലിമാണെന്ന് ഞാൻ പറയുമ്പോഴും പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെയാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പേക്കൂത്തുകളും ആഭാസങ്ങളും അധികവും കാണാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ ദീനി ചുട്ടയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരുപക്ഷെ ഇത്തരം പേക്കൂത്തുകൾ കാണാൻ കഴിയില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടാത്ത, ഇസ്ലാമിൻ്റെ ചിട്ടകളെ അതനുസരിക്കാതെ തള്ളിക്കളയുന്ന പല കല്യാണങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള കല്യാണങ്ങളിലാണ് ഇത്തരം പേക്കൂത്തുകൾ കാണുന്നത്. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തന്നെയുള്ള വധുവും വരനും അല്ലെങ്കിൽ കുടുംബക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടാറുള്ളത്. പക്ഷെ പിന്നീടത് മാറി പുറത്തുനിന്നും പുറമെയുള്ള ആളുകളെ വരെ അതിഥികളായി വിളിച്ചു വരുത്തി അവിടെ പലതരത്തിലുള്ള ആഭാസങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കല്യാണങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ചിലർ മനഃപൂർവ്വം തങ്ങളുടെ കല്യാണങ്ങൾ വൈറലാകാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതാകാം. ചിലരാകട്ടെ അവർ ചെയ്തു കൂട്ടുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ പിന്നീട് അവർ അറിയാതെ തന്നെ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുന്നതുമാവാം. നോക്കൂ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ സ്വൈപ്പ് ചെയ്തു പോകുമ്പോൾ മലപ്പുറത്തെ കുറച്ച് കല്യാണ വേദികളിലെ ദൃശ്യങ്ങൾ കാണാനിടയായി. ആ കല്യാണ വേദികളിലെ അതിഥി ആരാണെന്ന് അറിയണ്ടേ? അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ ഈ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ മുമ്പൊരു സിനിമ റിവ്യൂ ഒക്കെ ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സിനിമ റിവ്യൂ ഒക്കെ വിട്ട് മലപ്പുറത്തെ കല്യാണ വേദികളിൽ ഒരു അതിഥിയായി വരുന്ന ഒരു പ്രവണതയിലേക്ക് മാറി എന്നുള്ളതാണ്. നോക്കൂ, അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടത് ഫേമസ് ആവണം, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ ചെറുപ്പക്കാരന് മറ്റൊന്നും തന്നെ കാണില്ല. എന്നാൽ ഈ അലിൻ ജോസ് പെരേരയെ ഇത്തരം കല്യാണ വേദികളിലേക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പവിത്രമായ നിക്കാഹിൻ്റെ വേദികളിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരം ആളുകളെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? നോക്കൂ, ഞാനതിൻ്റെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം. പക്ഷേ എനിക്ക് ബ്ലർ ചെയ്ത് കാണിക്കാനേ സാധിക്കുകയുള്ളൂ. ആ വീഡിയോയിൽ വധൂവരന്മാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ബ്ലർ ചെയ്ത് മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ.
ഞാൻ രാവിലെ 5 പൊറോട്ടയും 2 മുട്ടക്കറിയും കഴിച്ചു. കണ്ടില്ല, ഇതാണ് ഇപ്പോഴത്തെ മലപ്പുറം കല്യാണ വേദികളിൽ സ്ഥിരമായി കാണുന്ന കാഴ്ച. ഇതിനിപ്പോൾ കാണിച്ചത് ബ്ലറായതുകൊണ്ട് ഇത് അലൻ ജോസ് പെരേര എന്നൊന്നും ആരും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് കാണുവാൻ സാധിക്കും. മലപ്പുറത്തെ പട്ടാമ്പിയിലെ കല്യാണ വേളകളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വളരെയധികം മോശമായി കൊണ്ട് സംസാരിക്കുകയാണ്. കൂടുതലും തെറിവിളിക്കുന്നത് അലൻ ജോസ് പെരേരയല്ല, നേരെ മറിച്ച് അലൻ ജോസ് പെരേരയെ ഇത്തരം കല്യാണ വേദികളിൽ, ആ മഹത്വമാർന്ന കല്യാണ വേദികളിൽ കൊണ്ടുവന്ന് ആഭാസം കാണിക്കുന്ന ആ ചെറുപ്പക്കാരെയും അതോടൊപ്പം ആ ദമ്പതികളുടെയും മറ്റുമൊക്കെ കുടുംബക്കാരെയും വീട്ടുകാരെയും ഒക്കെയാണ് ആളുകൾ കൂടുതലും തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ഹസൻ AR എന്ന് പറയുന്ന വ്യക്തിയിട്ട കമൻ്റാണ്: വിവാഹം 4 ആൾ ശ്രദ്ധിക്കാൻ ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്ന അല്പന്മാരായ പുത്തൻ പണക്കാരെ പുച്ഛത്തോടെ തള്ളിക്കളയുക. മാനാഭിമാനമുള്ളവർ ഇത്തരം ആഭാസങ്ങളെ അനുകരിക്കാതിരിക്കുക. അർസാൻ അബ്ബാസ് എന്ന വ്യക്തിയിട്ട കമൻ്റാണിത്. ഗതികെട്ട കല്യാണ ഫാമിലി. ഇനി സാജൻ എന്ന് പറയുന്ന വ്യക്തിയിട്ട കമൻ്റാണ്: ഇത്രയും നാണം കെട്ട ഒരു ഫാമിലി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ നാറികൾ. മറ്റൊന്ന് മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയിട്ട കമൻ്റാണ്: ഇത്രയും ഗതികെട്ടവരാണോ ചെറുക്കൻ്റെ കുടുംബം. മറ്റൊന്ന് അനിൽ പോൾ എന്ന് പറയുന്ന മറ്റൊരു സഹോദരനിട്ട കമൻ്റാണ്: ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മുഹൂർത്തം. കേരള ജനത ഇത്രയും അധപതിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന് റഷീദ് എന്ന് പറയുന്ന ഒരു സഹോദരനിട്ടൊരു കമൻ്റാണ്: ഇത്രയും മംഗളമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള അലവലാദികളെയൊന്നും ഫംഗ്ഷനിൽ വിളിച്ചു വരുത്തി അതിൻ്റെ മഹത്വം കളയാൻ പാടില്ല. ഇത്തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ കാണുവാൻ സാധിക്കും. നോക്കൂ, പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ കല്യാണത്തിനായി ഒരുങ്ങുന്ന നവദമ്പതികളെക്കുറിച്ച് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഏതൊരു മാതാപിതാക്കളുടെയും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, നേരെ മറിച്ച് ഈ ദമ്പതികൾക്ക് മുഴുവനും, ആ ദമ്പതികളടക്കം അവരുടെ കുടുംബക്കാർക്കുമെതിരെ എല്ലാവരും മോശമായി കൊണ്ട് സംസാരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ആ ദമ്പതികൾക്ക് തെറിവിളി കേൾപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറത്തെ എടപ്പാളിൽ ഒരു കല്യാണം നടന്നത്, ഒരു മനോഹരമായ നിക്കാഹ് നടന്നത്. ഇത്തരത്തിൽ ആഭാസങ്ങൾ കാണിക്കുന്നവരും പേക്കൂത്തുകൾ കാണിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട മനോഹരമായ ഒരു നിക്കാഹായിരുന്നു അത്. വലിയ പ്രവാസി വ്യവസായിയായ അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ്റെ മകൻ്റെ ഒരു കല്യാണമായിരുന്നു അത്. കോടിക്കണക്കിന് വരുമാനമുള്ളത് കൊണ്ട് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇതല്ല ഇതിനപ്പുറവും പേക്കൂത്തുകൾ കാണിക്കാം. പക്ഷെ ആ മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയണ്ടേ? കേട്ടു നോക്കൂ. പ്രവാസി വ്യവസായിയായ കോക്കൂര് മൂക്കുന്നത്ത് അറക്കൽ അഷ്റഫിൻ്റെയും മറിയക്കുട്ടിയുടെയും മകനായ മുഹമ്മദ് ഫൈസലിൻ്റെയും, രണ്ടത്താണി പൊളിശ്ശേരി അബ്ദുൽ ഹാരിഫിൻ്റെയും സെയ്ഫുന്നുസിയുടെയും മകൾ സാനിയുടെയും വിവാഹ പന്തലിലായിരുന്നു മനോഹരമായ ആ കാഴ്ച കാണാൻ സാധിച്ചത്. നിർധനരായ പാവപ്പെട്ട 25 യുവതികളുടെയും മംഗല്യപ്പന്തലായി മാറിയത് തൻ്റെ സ്വന്തം മകൻ്റെ ആ നിക്കാഹിൻ്റെ വേദിയിലായിരുന്നു. എല്ലാവരുടെയും വിവാഹം ഒരേ രീതിയിൽ നടത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിനൊത്ത മണ്ഡപമില്ലാത്തതിനാൽ അദ്ദേഹം 3 കോടിയോളം രൂപ ചിലവഴിച്ച് പാണംപടിയിലെ വയലിൽ അദ്ദേഹം പന്തലൊരുക്കി. 300 ടൺ AC സ്ഥാപിച്ച് തൻ്റെ മനസ്സുപോലെ വരുന്നവരുടെ മനസ്സിനെയും അദ്ദേഹം ശീതീകരിച്ചു. 10,000 പേർക്കിരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച മനോഹരമായ വിവാഹ മണ്ഡപത്തിലായിരുന്നു തൻ്റെ മകൻ്റെ നിക്കാഹ് അദ്ദേഹം നടത്തിയത്. അഷ്റഫ് നൽകിയ ആഭരണപ്പെട്ടി ഏറ്റുവാങ്ങുമ്പോൾ പാലക്കാട് സ്വദേശിനി ശ്രീരഞ്ജിനി വിതുമ്പിക്കരഞ്ഞു. കതിർ മണ്ഡപമാണെന്ന് മറന്ന് 10 പവൻ ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയുമടങ്ങുന്ന വേദിയിൽ മംഗല്യലാഭം ലഭിച്ചുവെന്നത് അപ്പോഴും ശ്രീരഞ്ജിനിക്ക് വിശ്വസിക്കാനായില്ല. ഇവിടെ ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ടത്, തൻ്റെ മകനും തൻ്റെ മരുമകൾക്കും എന്തു വസ്ത്രമാണോ എടുത്തു കൊടുത്തത് അതേ വസ്ത്രം തന്നെയായിരുന്നു ആ 25ഓളം വരുന്ന ആ നവദമ്പതികൾക്കും അദ്ദേഹം എടുത്തു കൊടുത്തത്.
അവിടെയും അദ്ദേഹം ഒരു പക്ഷപാതം കാണിച്ചില്ല. വധൂവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം ഓരോ കുടുംബത്തിനെയും പ്രത്യേകം ഇരുത്തിയുള്ള കുടുംബ ചിത്രങ്ങളും അദ്ദേഹം പകർത്തി. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ദീനീ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മരണപ്പെട്ട് നാളെ പരലോകത്ത് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നും ഈ ഭൂമിയിൽ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാളെ പടച്ചറപ്പിൻ്റെ അടുക്കൽ അതിനുള്ള കൂലി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യന്മാർ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളാണിതൊക്കെ. ഇനിയെങ്കിലും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.